ശ്രീ ജോബ് മൈക്കിൾ 3 മിനിറ്റ്. സാർ, ഞാൻ ഈ നടപടികൾ നിർത്തിവെക്കണമെന്നുള്ള ഉപേക്ഷത്തെ എതിർക്കുകയാണ് സാർ. ഈ കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈ മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. കാളം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള ആ പഴഞ്ചൊല്ല് മാറ്റിക്കൊണ്ട് കാളം വിൽക്കാതെ ഓണം ഉണ്ണാൻ സാഹചര്യം ഒരുക്കിയ മന്ത്രിയാണ് സാർ കേരളത്തിൻ്റെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി. നമുക്കറിയാം, ഓണത്തിന് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ പല കുടുംബശ്രീക്കാരുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അവരോട് ചോദിച്ചു, ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ട്? അവർ പറഞ്ഞു, അടിപൊളി ഓണം, എല്ലാം കിട്ടുന്ന ഓണമെന്ന് പറഞ്ഞു. സാറേ, ഞാനിത് പറയുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഒരു പത്രവാർത്തയുണ്ട്. എന്താ വാർത്ത? തൊടുപുഴയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UDF ഒരു ഘടകകക്ഷി നേതാവ് പറയുന്നു, സർക്കാർ ഇടപെടൽ ഫലപ്രദം. സാർ, അതിൻ്റെ വാക്ക് ഞാൻ വായിക്കുന്നില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? സിവിൽ സപ്ലൈസ് ഓണച്ചന്ത തുറന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പണം സഹിതം വാർത്ത ഇവിടെ ഉണ്ട്. അല്ലെ, മലയാള മനോരമ പത്രത്തിലാണ്. 140 നിയോജകമണ്ഡലത്തിൽ ഓണച്ചന്തകൾ തുറന്നു. മോൻസ് ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഓണച്ചന്ത തുറന്നു. എന്താ ഉണ്ടായത്? ഈ വിപണിയിൽ ഇടപെടാൻ വേണ്ടി, വില കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് നടന്നത്. നമുക്കറിയാം, ഇപ്രാവശ്യം വളരെ ശക്തമായി KSRTC നേതാവ് പ്രിയപ്പെട്ട വിൻസെൻ്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്രാവശ്യം KSRTCക്ക് വേണ്ടി സമരം ചെയ്യാൻ പോയിട്ട് വന്നില്ലല്ലോ. ഈ നാട്ടിൽ ഒരിടത്തും പട്ടിണി സമരം ഉണ്ടായില്ലല്ലോ. പട്ടിണിക്കാർക്ക് വേണ്ടി സമരം ചെയ്യാൻ ആരും പോയില്ലല്ലോ. വിശ്വനാഥ് ഇവിടെ ഇല്ല. വിശ്വനാഥ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം അരിയുടെ വിലയെപ്പറ്റി ഇവിടെ പ്രതിപക്ഷ ഉപനേതാവ് പ്രസംഗിച്ചു, വിശ്വനാഥ് പ്രസംഗിച്ചു, പ്രതിപക്ഷം പലരും പ്രസംഗിച്ചു. അരിയുടെ വിലയെപ്പറ്റി ആരും സംസാരിച്ചില്ല. എന്താ? അരിയുടെ വില കുറവാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ 10 രൂപ 90 പൈസയ്ക്ക് ഇവിടെ അരി റേഷൻ കട വഴി കൊടുത്തു. 15 കിലോ. ആരാണ് സാർ കൊടുത്തത്? ഈ ഇരിക്കുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ വകുപ്പാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ റേഷൻ, നമുക്കറിയാമല്ലോ, പണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് ആളുകൾ BPL കാർഡിന് വേണ്ടി അരഞ്ഞു. പക്ഷേ ഇപ്പം എന്താ സ്ഥിതി? 5 ലക്ഷത്തിലേറെ ആളുകൾക്ക് BPL കാർഡ് അവർ വീട്ടിലിരുന്നാൽ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനെ വില കുറച്ച് കാണിക്കുവാൻ ഇപ്പം വിലക്കയറ്റമുണ്ട്. എവിടെയെന്നറിയാമോ? വിശ്വനാഥോട് ഞാൻ ചോദിച്ചു, സ്വർണത്തിൻ്റെ വിലക്കയറ്റത്തെ പറ്റി ഇവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമായിരുന്നു. ഈ സാധാരണക്കാരൻ്റെ വിലക്കയറ്റത്തെ പറ്റി അല്ല, ഇവിടെ വിലക്കയറ്റം ഇല്ല. വിലക്കയറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, അരിയുടെ വില, സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില ഇവിടെ എത്ര രൂപയാണ്? 707 കോടി രൂപ ഓണക്കാലത്ത് തന്നെ വിപണിയിൽ നമ്മൾ മുടക്കി. റേഷൻ കട വഴി മുടക്കിയ തുക 597 കോടി രൂപ മുടക്കി. ഇതെല്ലാം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് സാർ. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റിനെ കരുതേച്ച് കാണിക്കുവാൻ, വില കുറച്ച് കാണിക്കുവാൻ മാധ്യമങ്ങളിൽ എല്ലാവർക്കും അടിയന്തര പ്രമേയം വന്നു എന്ന് പറയുവാൻ വേണ്ടി മാത്രം ഈ ഒരു പ്രമേയം കൊണ്ടുവന്നതാണ് സാർ. അതുകൊണ്ട് ഇതിന് യാതൊരു പ്രസക്തിയുമില്ല സാർ എന്നറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു.